അങ്ങനെ സന്തോഷം ലഭിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് അല്ലാഹു നമുക്ക് തന്ന ആയുസ് കാലം, അല്ലാഹു നമുക്ക് തന്ന യുവത്വം, അല്ലാഹു നമുക്ക് തന്ന ആത്മാവ്, അല്ലാഹു നമുക്ക് തന്ന ശരീരം, അല്ലാഹു നമുക്ക് തന്ന സമയം, അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത്, അല്ലാഹു നമുക്ക് തന്ന നിഅ്മത്ത് എല്ലാം അല്ലാഹുവിന്റെ വഴിയിൽ സമർപ്പിക്കാൻ നാം സന്നദ്ധരാകണം. അങ്ങനെ അല്ലാഹുവിന്റെ വഴിയിൽ എന്തും സമർപ്പിക്കാൻ സന്നദ്ധനാകുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. വാസ്തവത്തിൽ ഈ സംസാരിക്കാനുള്ള നാവ് നൽകിയവൻ ആരാണ്? നാവുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയുമോ? നാവുണ്ടായിട്ടും സംസാരിക്കാൻ കഴിയാത്ത എത്രയെത്ര ആളുകൾ ഉണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു കഴിവാണ് സംസാരത്തിനുള്ള കഴിവ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശബ്ദവും നമ്മുടെ അക്ഷരങ്ങളും നമ്മുടെ എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു തന്ന നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരമാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന സംസാരം. ഇൽമിന്റെ സദസ്സ് നാം സംഘടിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയോ, ആരെങ്കിലും തെറി പറയാൻ വേണ്ടിയോ, ആരെങ്കിലും ആക്ഷേപിക്കാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ അല്ല. നമ്മുടെ സദസ്സുകൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള സദസ്സുകളാണ്. അദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. ആരെ ക്ഷണിക്കുന്നു? സംസാരിക്കുന്നവനെ ആദ്യമായി ക്ഷണിക്കുന്നു, രണ്ടാമതായി സംസാരം കേൾക്കുന്നവനെ ക്ഷണിക്കുന്നു. അങ്ങനെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള വേദികളാണ് ഇൽമിന്റെ സദസ്സുകൾ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് 5 നേരവും വിളിച്ചു പറയുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും മുസ്ലിം ഉമ്മത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾപ്പിക്കുന്ന ഒരു വാചകമാണ് അല്ലാഹു വലിയവനാണ്. അല്ലാഹു അല്ലാതെ വലിയവൻ ഇല്ല. അല്ലാഹു മാത്രമേ വലിയവൻ ഉള്ളൂ. അതാവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ്. അത് വെറും പള്ളിയിൽ വെച്ച് മാത്രം പറയപ്പെടുകയല്ല. ഒരു മുസ്ലിം കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ആദ്യമായി നാം മധുരം തൊട്ടുകൊടുക്കുക എന്നൊരു ഏർപ്പാടും. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് കുഞ്ഞ് പ്രസവിക്കപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബീ തൽഹ എന്ന ഈ ചെറിയ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധുരം തൊട്ടുകൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മധുരം തൊട്ടുകൊടുത്തത്? ഈത്തപ്പഴം എടുത്ത് തൊള്ളയിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്തുകൊണ്ട് അതൊന്ന് അല്പം ഒതുക്കിയതിനു ശേഷം അവിടുത്തെ ഉമിനീര് ചേർന്ന ആ ഈത്തപ്പഴത്തിന്റെ നീര് അത് തൊള്ളയിൽ മെല്ലെ തൊട്ടുകൊടുത്തു. ഇതിന് മധുരം തൊട്ടുകൊടുക്കുക എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊള്ളയിലെ ഉമിനീര് അത് ഈത്തപ്പഴത്തിന്റെ നീരിനേക്കാൾ എത്രയോ ബഹുമാനമുള്ളതാണ്. അത് ലോകത്തുള്ള എല്ലാ രോഗത്തിനും ശമനമാണ്. അത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണ്. ആ ഉമിനീര് ധാരാളമായി ദിക്റും സലാത്തും ഖുർആനും അതുപോലെ നന്മയുടെ ഉപദേശങ്ങളും നൽകിയ തൊള്ളയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ഉമിനീരാണ്. ആ ഉമിനീരിന് ബർക്കത്തുണ്ട്. അതിനേക്കാൾ ബർക്കത്തുള്ള വേറൊരു ഉമിനീര് ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി ഇന്നും ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ സാലിഹായ മനുഷ്യന്റെ തൊള്ളയിൽ ഈത്തപ്പഴം വെച്ച് അത് ഒതുക്കിയതിന് ശേഷം ആ നീര് തൊട്ടുകൊടുക്കുന്നത് പുണ്യമാണ് എന്ന് രേഖപ്പെടുത്തി. കാരണം സാലിഹായ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊള്ളയിലൂടെ ദിക്റും ഔറാദും സലാത്തും ഖുർആനും ഇൽമുമാണ് എപ്പോഴും പുറത്തു വരിക. അങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീരിന് ബർക്കത്തുണ്ട്. സാലിഹല്ലാത്ത മനുഷ്യനാകുമ്പോൾ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും തെറിയും അതുപോലെ പരിഹാസവും നമീമത്തും അങ്ങനെ തുടങ്ങിയുള്ള ദുശ്ചെയ്തികളായിരിക്കും അവന്റെ തൊള്ളയിലൂടെ വരുന്നത്.
ആ തൊള്ളയിൽ ഇട്ടുകൊണ്ട് കൊടുക്കുന്ന ആ ഈത്തപ്പഴത്തിന്റെ നീരിന് അതിന് ബറക്കത്ത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ തൊള്ളയിൽ എന്ന് പ്രത്യേകം പണ്ഡിതന്മാര് പറയാൻ കാരണം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മധുരം തൊട്ടുകൊടുത്തതായി ഹദീസിൽ ഉണ്ട്. ഈ മധുരം തൊട്ടുകൊടുക്കുന്നതിന്റെയും മുമ്പ് നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു കുട്ടിക്ക് വലത്ത് ചവിട്ടിലും ഇടത് ചവിട്ടിലും ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കണം. വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും കേൾപ്പിക്കണം. ആ കേൾപ്പിക്കുന്ന ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നത് പുരുഷനാകണം എന്നില്ല, സ്ത്രീകളായാലും മതി. പള്ളിയിലെ ബാങ്ക് വിളിക്കൽ സ്ത്രീകൾക്ക് പാടില്ല. അവർ ഉറക്കെ ബാങ്ക് കൊടുത്താൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ത്രീകൾ അവരുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കുന്ന വിധത്തിൽ ഉയർത്തേണ്ടവരല്ല. അത് പ്രകൃതി നിയമമാണ്, ഇസ്ലാമിന്റെ നിയമം മാത്രമല്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോഴികളുടെ കൂട്ടത്തിൽ രണ്ട് വിധമുണ്ട്. ഒന്ന് പൂവൻ കോഴിയും ഒന്ന് പെടക്കോഴിയുമുണ്ട്. പൂവൻ കോഴി ഉറക്കെ കൂകുന്നതായി നമ്മളെല്ലാം കേൾക്കാറുണ്ട്. പെടക്കോഴി ഉറക്കെ കൂകുന്നതായി ഞാനിതുവരെ കേട്ടിട്ടില്ല. എന്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെടക്കോഴി കൂകിയാൽ ഉടനെ പിടിച്ച് അറുത്ത് കളയണം. അതെന്താണ് കാരണം? അത് ജീവിക്കാൻ കൊള്ളാത്ത കോഴിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ സ്ത്രീകൾ, അത് കോഴിക്ക് വാസ്തവത്തിൽ കോഴി തിന്നുന്നത് ചിലപ്പോൾ നജസാണെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് പൂവൻ കോഴി കൂകുന്നു, പെടക്കോഴി കൂകുന്നില്ല. പ്രകൃതിയുടെ ഒരു നിയമമാണ് അത്. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് പെടക്കോഴികളും ദിക്ർ ചൊല്ലുന്നത് നമുക്ക് കാണാം. അത് ഏറ്റവും കൂടുതൽ പെടക്കോഴികൾ ദിക്ർ ചൊല്ലാറുള്ളത് കോഴിമുട്ട അല്ലെങ്കിൽ കോഴിമുട. അത് ഇടാൻ വേണ്ടി അടുത്തായ സമയത്താണ് കൂടുതലായി പെടക്കോഴികൾ ദിക്ർ ചൊല്ലുക. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അത് പഠിപ്പിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾ കൂടുതൽ ദിക്ർ ചൊല്ലണമെന്നാണ്. കാരണം ഈ ഗർഭിണികളായ സ്ത്രീകൾ അവർ ദിക്റുകളും ഔറാദുകളും സലാത്തും പരിശുദ്ധ ഖുർആനും ധാരാളമായി കൊണ്ടുവരുമ്പോൾ അവർ ചുമന്ന കുട്ടി ബറക്കത്തുള്ള കുട്ടിയായി വളരാൻ അത് സാധ്യതയുണ്ട്. അത് കോഴിയിൽ നിന്ന് നാം കണ്ടുപിടിക്കേണ്ടതാണ്. ഉമ്മമാരെ ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. കോഴിക്കുട്ടികളുടെ നിലനിൽപ്പ് കോഴിമുട്ടയിലൂടെയാണ്. ആ കോഴികളുടെ നിലനിൽപ്പ് ഖിയാമത്ത് നാൾ വരെ ഇവിടെ കോഴികൾ ഉണ്ടാകുന്നത് കോഴിമുട്ടയിലൂടെയാണ്. ആ കോഴിമുട്ട പുറത്തേക്ക് വരാൻ അടുത്താകുന്ന സമയമെത്തുമ്പോൾ പെടക്കോഴികൾ ധാരാളം ദിക്ർ ചൊല്ലുകയാണ്. ഞാൻ എന്റെ സദസ്സിൽ വന്ന ഉമ്മമാരോട് പറയുന്നു, ഗർഭിണികളായ സ്ത്രീകൾ ധാരാളമായി ദിക്ർ ചൊല്ലണം. അത് കുട്ടികളുടെ ആത്മീയ പുരോഗതിക്ക് വളരെയേറെ അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഫത്ഹുൽ മഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രത്യേകം പുണ്യമുള്ള ഒരു ദിക്റാണ് ദുആഉൽ കർബ് എന്ന് പറയുന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ദുആഉൽ കർബ്. അത് സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസമുണ്ടാകുന്ന സമയത്ത് നീങ്ങാൻ വേണ്ടി ചൊല്ലിയ ദുആയായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പ്രയാസമുള്ള സമയത്തും ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടാൻ സാധ്യതയുള്ള വലിയ ഒരു ദിക്റാണ് ദുആഉൽ കർബ്. അത് സ്ത്രീകൾ, പ്രത്യേകം ഗർഭിണികളായ സ്ത്രീകൾ പതിവാക്കുന്നത് നല്ലതാണ്. എനിക്ക് പലപ്പോഴും അനുഭവത്തിൽ അറിയാം, പല ആളുകളും വന്ന് പറയും, ഉസ്താദെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ കുട്ടിക്ക് വളരെ തകരാറുണ്ടെന്ന് പറയും. ചില ഡോക്ടർമാര് 2-3 മാസം കഴിയുമ്പോൾ തന്നെ ഈ കുട്ടി പ്രസവിച്ചാൽ വികലാംഗനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, എടുത്തു കളയുന്നതാണ് നല്ലതെന്ന് ഫത്വ കൊടുക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അത്തരത്തിലുള്ള ചില ഡോക്ടർമാർ പറയുന്ന ദുഷിച്ച ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ അവർക്ക് വാസ്തവത്തിൽ അവരോട് ഇങ്ങനെ ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ തന്നെ ആരും പറഞ്ഞില്ലല്ലോ. ഇരിക്കട്ടെ, എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയോണ്ട് സ്കാൻ ചെയ്യൽ ഹറാമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നത്, അങ്ങനെ തജസ്സുസ് ചെയ്ത് നോക്കിയിട്ട് എന്തോ ഒരു അപകടമുണ്ടെന്ന് കണ്ടപ്പോൾ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറയുന്ന ഡോക്ടർമാരും, അങ്ങനെ പറഞ്ഞ പല കുട്ടികളുടെയും കാര്യത്തിൽ വന്ന് പലരും പറഞ്ഞപ്പോൾ ദുആഉൽ കർബ് ചൊല്ലാൻ വേണ്ടി പലരെയും ഉപദേശിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. ആ ദുആഉൽ കർബ് ചൊല്ലി കുട്ടി പ്രസവിച്ചതിന് ശേഷം യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വന്നു പറഞ്ഞ എത്രയോ രക്ഷിതാക്കളെയും എനിക്കറിയാം. ഓ സഹോദരിമാരെ, ദുആഉൽ കർബ് അത് വളരെ പുണ്യമുള്ളതാണ്. ഗർഭിണികൾ ധാരാളമായി ചൊല്ലേണ്ട ഒരു ദിക്റാണ് ദുആഉൽ കർബ്. അറിയുന്ന പണ്ഡിതന്മാരിൽ എഴുതി വാങ്ങി നിങ്ങൾക്കത് ചൊല്ലാം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല.